ഞാനെപ്പോഴും വിലയിരുത്തുന്നത് പിണറായി വിജയനേക്കാളും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനെന്നാണ്. ഞാൻ ഇപ്പം ഫോക്സോ കോടതിയിൽ കയറി ഇറങ്ങാണ്. ദിലീപ് ഒരു മീറ്റിംഗ് വിളിച്ചു. അങ്ങനെ കുറേ പേരെ വിളിച്ച് വീട്ടിൽ കൂട്ടി. എന്നിട്ട് എല്ലാവർക്കും ഓരോ കെട്ട് നോട്ട് കൊടുത്തു. 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റ് വാങ്ങിയിട്ടാണ് ദിനേശ് ദിലീപിന് വേണ്ടി സംസാരിക്കുക. അമിതമായി വാശി പിടിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ സത്യസന്ധത വേണം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ സ്വിച്ച് ഓൺ വരാൻ സമ്മതിച്ചത്. ഉണ്ണികൃഷ്ണൻ പൂജയ്ക്ക് വന്നത്. അങ്ങേറ്റം പോയാൽ എന്താ, മമ്മൂട്ടി ചിലപ്പോൾ മുഖത്ത് നോക്കില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ. സൈനികം തങ്ക കമ്പിയായി എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. ദിലീപിന് വേണ്ടി 118 മണിക്കൂറോളം ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ ഓരോരുത്തരുടെയും തനിനിറം പുറത്തു വരുന്നു. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പറഞ്ഞു പോയത് തെറ്റായി പോയി? 100% ശരിയാ പറഞ്ഞു. കമല്, സിബി മലയിൽ അവരെ പോലുള്ളവർക്ക് ഇനി സിനിമ ചെയ്യാൻ പറ്റും. സത്യേട്ടനെ സഹകരിപ്പിക്കാവുന്ന ഒരു ആർട്ടിസ്റ്റും ജീവിച്ചിരിപ്പില്ല, മോഹൻലാൽ ഒഴിച്ച്. പുതിയ തലമുറയിലുള്ള കൂടുതൽ പേരും ബേസിൽമാരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീനിവാസില്ല, ലോകദാസില്ല. സത്യേട്ടൻ പിന്നെ എന്ത് ചെയ്യാൻ? ശാന്തിവിള ദിനേശാണ് ഇന്ന് നമ്മുടെ അതിഥിയായിത്തീരിക്കുന്നത്. ചേട്ടാ നമസ്കാരം. ഇപ്പൊ അതിരടി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണ് നമ്മളുള്ളത്. എന്തൊക്കെയാണ് സിനിമയെ പറ്റി നമ്മളോട് പറയാൻ പറ്റുന്ന വിശേഷങ്ങൾ? ഞാനൊരു കോളേജ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ബേസിൽ പഠിക്കുന്ന കോളേജിലെ അധ്യാപകൻ. അയാളെ മനസ്സിലാക്കാത്ത, അയാളെ എന്താ പറയുക, അയാളുടെ മനസ്സിലുള്ള ആംബിഷൻ, സ്വപ്നങ്ങൾ അതിനൊന്നും അംഗീകരിക്കാത്ത, കിട്ടുന്ന സ്ഥലത്ത് എല്ലാം ഇട്ട് അയാളെ വഴക്ക് പറയുന്ന ഒരു അധ്യാപകൻ. ഈ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ സമയത്തായിട്ടും പറയുന്നുണ്ടായി ഒരു ചൊറിയൻ ക്യാരക്ടറാണ് ഇതിന്. അതും എന്റെ കഥ ഞാനുമായിട്ട് ബന്ധമുള്ളത് പോലത്തെ ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു. സാധാരണ ആളുകൾ അങ്ങനെ നമ്മുടെ സ്വന്തം സ്വഭാവത്തെ പറ്റി അത്തരത്തിൽ ആശങ്ക കൂടാതെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയില്ലല്ലോ. അപ്പൊ അങ്ങനെ പറയാൻ തോന്നാൻ കാരണം എന്താണ്? അങ്ങനെയൊന്നുമില്ല. ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് അമിതമായി വാശി പിടിക്കുന്ന ഒരാളാണ്. പാടില്ല. പക്ഷേ അമിതമായി വാശി പിടിക്കുന്ന ഒരാളാണ്. ജീവിതത്തിൽ സത്യസന്ധത വേണമെന്ന് അതിന് വെള്ളം ചേർക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വേഷം പറയുമ്പോൾ കള്ളം പറഞ്ഞതിനാ. എൻ്റെ ക്യാരക്ടറുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് എളുപ്പമുണ്ട് ചെയ്യാൻ. ഞാൻ കൊച്ചു കാര്യങ്ങൾക്ക് വീട്ടിലായാലും എൻ്റെ സുഹൃത്തുക്കളോടായാലും സിനിമാ സമൂഹത്തോടായാലും ഒരു തെറ്റ് കണ്ടാൽ ഏത് കൊല്ലകൊമ്പനായാലും അയാളെ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയും. മൂത്തുക്ക് എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞതാണ്. എന്നെ ആദ്യമായി കൊണ്ടുപോയ ഗുരുനാഥനോട് മേലെ എൻ്റെ ഫോണിൽ വിളിക്കരുത്, ഇവിടെ അവസാനിച്ചു നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എൻ്റെ അച്ഛൻ 3.5 വയസ്സ് മരിച്ചുപോയ ആളാണ്. അച്ഛൻ ജീവിച്ചിരുന്നെങ്കിലും അച്ഛൻ തെറ്റിയதை ഞാൻ പറയും. അതുപോലെ ഞാൻ തെറ്റിയത് എൻ്റെ മകൻ പറഞ്ഞാൽ പോലും ഞാൻ അംഗീകരിക്കും. അച്ഛാ അത് പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ എന്ന് പറയും. ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കും എന്ന് പറയും. അതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടറുമായിട്ട് ഈ അതിരടിയിലെ സനൽകുമാർ എന്ന് പറഞ്ഞ അധ്യാപകന് എൻ്റെ സ്വഭാവമായിട്ട് നല്ല സാമ്യമുണ്ട്. ആരും ചിലപ്പോൾ എന്നെ മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ക്യാരക്ടർ ഉണ്ടാക്കി. ഇപ്പൊ ഈ ഗുരുനാഥനോട് അങ്ങനെ പറയാനുണ്ടായ ഒരു കാരണം എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത ഒരു കഥ മോഷ്ടിച്ചു, എന്നിട്ട് സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു. ആ കഥ നജീം കോയ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള വെബ് സീരിയലും സിനിമകൾക്ക് തിരക്കഥയൊക്കെ എഴുതുന്നൊരു ചെറുപ്പക്കാരൻ തുടക്കകാലത്ത് പറഞ്ഞൊരു കഥയാണ് കാറ്റും മഴയും എന്ന് പറഞ്ഞ പടത്തിലെ കഥ. സന്തോഷ് എച്ചിക്കാനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. ആ കഥ അയാളുടെ പേര് വയ്ക്കാതെ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചു. മികച്ച കഥാകൃത്തിൻ്റെ അവാർഡ് എൻ്റെ ഗുരുനാഥൻ കയറി ഒരു ഉപ്പുമില്ലാതെ വാങ്ങിച്ചു. അപ്പോൾ അത് പൂജ നടക്കുന്ന സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ സ്വിച്ച് ഓൺ നടത്താൻ ചെല്ലരുത് എന്ന് തടയും എന്നോട് പറഞ്ഞതാണ്. ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ ദിനേശ് എനിക്കൊരു തെറ്റ് പറ്റിയതാണ്, ഞാൻ അയാൾക്ക് കഥാകൃത്തിനുള്ള പൈസയും കൊടുക്കാൻ അയാളുടെ ടൈറ്റിൽ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെ പറ്റിച്ചു. അപ്പോൾ എന്നെയും കൂടെ പറ്റിക്കും പോലെയല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ മോഹൻലാലിനെ സ്വിച്ച് ഓൺ വരാൻ സമ്മതിച്ചത്. ഉണ്ണികൃഷ്ണൻ പൂജയ്ക്ക് വന്നത്. പൂജ കഴിഞ്ഞ ശേഷം ഒരു മുറിക്കകത്ത്, അവിടെ ക്രൗൺ പ്ലാസ എന്നുള്ള ഹോട്ടലിലായിരുന്നു, അവിടെ ഒരു മുറിക്കകത്ത് ഞാനും എൻ്റെ ഗുരുനാഥനും ഉണ്ണികൃഷ്ണനും കൂടെ കയറിയിട്ട് ഗുരുനാഥനെ ഉണ്ണികൃഷ്ണൻ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു. ഈ കാണിച്ച പോക്കൃത്തിൻ്റെ എനിക്കൊരു തെറ്റ് പറ്റിയാണ്, ഞാൻ ഇനി ചെയ്യില്ല, അത് ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ അവാർഡ് മത്സരത്തിന് പോയപ്പോൾ പുള്ളിയുടെ പേര് വെച്ച് കൊടുത്ത് മികച്ച കഥാകൃത്തിനുള്ള അവാർഡ് ആരെ കൊണ്ടിച്ച് ചെയ്യിച്ച് വാങ്ങിക്കുകയും ചെയ്തു. അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്ന ഇഷ്യൂ ഫെഫ്കയിൽ വരികയും അന്ന് ഞാൻ ഡയറക്ടർ ബോർഡിലുണ്ട് ഫെഫ്കയിൽ. ഇപ്പോൾ ഞാൻ രാജിവെച്ചു. ആ ഇഷ്യൂവിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഹരികുമാറിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ സംവിധായകയിലെ വിശ്വപ്രസിദ്ധ സംവിധായകൻ കമൽ അയാൾ എന്നോട് പറഞ്ഞു, ദിനേശും മാത്രമാണ് ഹരിച്ചേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. മറ്റേ ഈ നജീം കോയ എന്ന് പറഞ്ഞവൻ ഫെഫ്ക മെമ്പർ അല്ലല്ലോ, നമ്മൾ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്, അതായത് ഈ കള്ളൻ്റെ കൂടെ നിൽക്കുന്നത്, കഥ മോഷ്ടിച്ച ആളിൻ്റെ കൂടെ. ഞാൻ നിങ്ങൾ നിന്നാൽ മതി, എന്നെ കിട്ടില്ല, നിങ്ങളുടെ ക്യാരക്ടറുമായിട്ട് നല്ല സാമ്യമുള്ളതുകൊണ്ട് നിങ്ങൾ പോയി നിന്നോ, അങ്ങേർക്ക് വേണ്ടി മോഷ്ടിക്കുന്നതിൻ്റെ കൂടെയൊക്കെ നിന്നോ. പക്ഷെ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കമലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അങ്ങനെയാണ്. തെറ്റ് ആര് ചെയ്താലും തെറ്റെന്ന് പറയും. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു. എൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. കാരണം ഞാൻ പിണറായി വിജയനെ എൻ്റെ ചാനലിലൂടെയൊക്കെ ഒരുപാട് നിശ്ചിതമായി വിമർശിച്ചതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാൻ പാർട്ടി മെമ്പർഷിപ്പ് വേണ്ട, കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നാൽ മതി. ഞാനെപ്പോഴും വിലയിരുത്തുന്നത് പിണറായി വിജയനേക്കാളും നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനെന്നാണ്. അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പോയാൽ പുല്ലേ മാത്രം എന്ന് പറയുന്നതാണ്. പോകാൻ വേറൊരു പാർട്ടിയില്ല ഇന്ത്യയിൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്നു അത്രയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടത്തുന്ന സമയത്ത് പലർക്കും ഭീഷണികൾ നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അനോണിമസ് കോളുകൾ വരും ഒരുപാട്. ഇപ്പം ഷൈൻ നിഗം എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ച് പറഞ്ഞ് ഈ അഴുക്ക് ചെറുക്കൻ തന്തേക്കാൾ മോശം എന്ന് പറഞ്ഞ ആ ഡയലോഗിൻ്റെ പേരിൽ
എന്നെ മട്ടാഞ്ചേരിയിലുള്ള ഒരു വിഭാഗം പക്ഷേ ഒരുപാട് പേര് മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ആ നമ്പർ ഇങ്ങോട്ട് താ, അവനെ ഇന്ന് റെഡിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരെന്നെ വിളിച്ചു. ഞാനതൊന്നും വകവയ്ക്കുന്ന ആളല്ല. കാരണം ഒന്നാമത് നമ്മൾ എപ്പോഴും കരുതേണ്ടതേ, നമ്മളൊരു 10-35 വയസ്സ് കഴിഞ്ഞാൽ ഓരോ വർഷവും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ദൈവം തരുന്ന വരദാനം എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഓരോ വർഷവും ബോണസാണെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ വന്നാൽ പേടിയുണ്ടാവില്ല. പിന്നെ നമ്മൾ ആരെങ്കിലും തല്ലിക്കൊന്നെന്ന് വെച്ചു, ഒരിക്കലും എൻ്റെ മകൻ തല കുഞ്ഞ് നടക്കരുത്. എനിക്കൊരു മകനേ ഉള്ളൂ. ഇപ്പം നേരത്തെ ഫോൺ ചെയ്ത ആൾ, അച്ഛൻ്റെ പേരിൽ ഒരിക്കലും മകൻ്റെ തല കുഞ്ഞിയരുത്. 40 വർഷം ചെയ്യാൻ പോകുന്നു ഞാൻ സിനിമ വന്നിട്ട്. ഒരു പെണ്ണിനെ കണ്ണുകൊണ്ട് നോട്ടം കൊണ്ട് തെറ്റായ രീതിയിൽ നോക്കുകയോ, ആരെയെങ്കിലും അഭിനയിക്കാൻ ചാൻസ് തരാമെന്ന് പറഞ്ഞ് പൈസ പറ്റിക്കുകയോ, ഏതെങ്കിലും സൗഹൃദ സദസ്സിലിരുന്ന് വെള്ളമടിച്ച് വ്യഭിചാര കഥയും പറഞ്ഞിരിക്കുകയോ, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറെ ചാടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിയുണ്ടാവേണ്ട കാര്യമുണ്ട്. ഞാൻ ചിരിക്കേ ഉള്ളൂ. കാരണം എന്താ പറയുക, അത് എൻ്റെ ദേഹത്ത് മനസ്സിലോ സ്പർശിക്കില്ല. കാരണം ജീവിതം ഒരു പോരാട്ടം. ഞാൻ ദിലീപിൻ്റെ നിന്ന് കാശ് വാങ്ങി, അയാളുടെ ഡേറ്റ് വാങ്ങി, എന്നിട്ട് അയാൾക്ക് വേണ്ടി പറയുന്നു എന്തെല്ലാം പറഞ്ഞു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാനയുടെ പല്ലിശ്ശേരി എന്ന് പറഞ്ഞ ആൾ ഞാൻ പങ്കെടുക്കുന്ന ലൈവിൽ പറഞ്ഞു 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങിയിട്ടാണ് ദിനേശ് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നത്. അന്ന് എനിക്ക് ദിലീപിനെ പരിചയമില്ല, ജയിലിലാണ് അയാൾ. ഇപ്പം നല്ല ബന്ധമാണ്, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം നല്ല ബന്ധം. എന്നാൽ ആ കേസിലെ ബാധ്യഭാഗത്തിരിക്കുന്ന പെൺകുട്ടി എൻ്റെ സിനിമയിലെ നായികയായിരുന്നു. അവൾ എനിക്കൊരു അനിയത്തിയെ പോലെയാണ്. പക്ഷേ ശരി എവിടെയോ അവിടെ നിന്നു ഞാൻ. അപ്പോൾ അതിന് പറഞ്ഞത്, ഇവരൊക്കെ വിചാരിക്കുന്ന ഇവരെ പോലെ പൈസയൊക്കെ വാങ്ങി വെള്ളമൊക്കെ അടിച്ച് നടക്കുന്നവരുന്നെന്ന് വിചാരിച്ചാണ്. 50 ലക്ഷം രൂപയും ദിലീപിൻ്റെ ഒരു ഡേറ്റും വാങ്ങി എന്ന് പറഞ്ഞിട്ട് പോലും പോടാവില്ലേ എന്ന് പറയുന്ന ആളാണ് ഞാൻ. ഞാനതിന് പറഞ്ഞ മറുപടി ലൈവല്ലേ, കട്ടിയാക്കൂല്ലോ. ആ ലൈവിൽ ഞാൻ പറഞ്ഞത്, ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ 50 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുമെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആൾ ഞാനല്ലേ, ഏറ്റവും വില കൂടിയ അല്ലേ, അതൊരു ക്രെഡിറ്റായിട്ട് ഇരുന്നോട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാവും. നമ്മൾ നേരെ പോവുകയാണെങ്കിൽ, സ്ട്രൈറ്റ് ആണെങ്കിൽ, ജീവിതം സ്ട്രൈറ്റ് ആണെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ ഇത്രയും വിമർശിക്കുന്ന എന്തുകൊണ്ടെന്ന്, പേടിയില്ലെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാ പേടി? എന്നെ പിടിച്ചാകത്തുള്ള ഒരു വകുപ്പ് അങ്ങനെയില്ലല്ലോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നടക്കുന്നവരാണെങ്കിൽ, ഒരുപാട് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് മുങ്ങി അടക്കുക, അല്ലെങ്കിൽ പെണ്ണ് കേസിൽപ്പെട്ട് മുങ്ങി അടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ടുള്ളൂ. നമ്മളങ്ങനെ അല്ലെങ്കിൽ നമ്മളെ എന്ത് പേര് പറഞ്ഞ് പിണറായിക്ക് പിടിച്ചകത്തിടാൻ പറ്റും. പക്ഷെ നമ്മളൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് അതിന് തക്കതായ തെളിവില്ലാന്നുണ്ടെങ്കിൽ അവർ ഡിഫോമേഷൻ കേസ് കൊടുത്താൽ നമുക്കത് പ്രശ്നമായിട്ട് വരും. പിന്നെ ഞാൻ വരാം. പക്ഷേ എൻ്റെ തെളിവില്ലാത്ത ഒന്നും ഞാൻ പറയില്ല. ഇപ്പം നജിംഗോയുടെ കഥ മോഷ്ടിച്ചത് കമൽ കൂടെ സപ്പോർട്ട് ചെയ്തതാണ്, ഹരികുമാർ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയെന്ന് പറഞ്ഞാൽ എൻ്റെ തെളിവുണ്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നജിംഗോയെങ്കിലും കോടതി വന്ന് സാക്ഷി പറയും, സന്തോഷ് എച്ചിക്കാനെങ്കിലും വന്ന് സാക്ഷി പറയും. അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ പോക്സോ കേസിലെ പ്രതിയില്ലേ, ആ കുട്ടിയുടെ പേരറിയില്ല, ആ കുട്ടിയുടെ നാടറിയില്ല, ആ കുട്ടിയുടെ വയസ്സറിയില്ല, കുട്ടിയുടെ അച്ഛനെ അറിയില്ല, ഒന്നും അറിയാത്ത എൻ്റെ പേരിൽ കേസ് കൊടുത്തു. ഞാൻ ഇപ്പം പോക്സോ കോടതിയിൽ കയറി ഇറങ്ങാണ്. ആകെ 2 പ്രശ്നങ്ങളേ ഉള്ളൂ. ഒന്ന്, ഒരു പോക്സോ കേസാകുമ്പോൾ വക്കീലിന് നല്ല പൈസ കൊടുക്കണം ഒരു സിറ്റിങ്ങിനെ. അപ്പോൾ നമ്മുടെ കോടതികളെല്ലാം വർഷങ്ങളോളം അല്ലേ, നമ്മൾ ചെന്നിങ്ങനെ കൈയിട്ട് നിൽക്കുക, അടുത്ത മാസം 12-ാം തീയതി എന്ന് പറയുമ്പോൾ ഇറങ്ങിപ്പോണമല്ലോ. പക്ഷേ അങ്ങനെ പറയുന്ന അത്രയും പർട്ടിക്കുലർ സമയത്തിന് പോലും വലിയ എമൗണ്ട് അല്ലേ നമ്മൾ വക്കീലിന് കൊടുക്കേണ്ടി വരുന്നത്. പിന്നെ എനിക്ക് നാണക്കേടൊന്നുമില്ല, സമയം പോകും എന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മളെ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഷൂട്ടിങ് എൻ്റെ തീർന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി പോയിരുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എങ്ങനെ പോകാമെന്നാണ് ആലോചിക്കുന്നത്. നമുക്ക് കറങ്ങി നടക്കുന്നില്ലല്ലോ. ഇന്നെങ്ങനെ ഈ നേരത്തെ ഇവിടെ എക്സിക്യൂട്ടീവിനോട് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മോനെയും വിളിച്ചോണ്ട്, മോനെ ഏതെങ്കിലും ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്നു, ഞാൻ വരട്ടെന്ന്. മറ്റ് സിനിമാക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. ഇന്ന് കഴിഞ്ഞാൽ ഒരു 5 ദിവസം ഇവിടെ വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ കിടക്കും. നമ്മളങ്ങനെ കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോക്സോ കേസ് എന്നെ ബാധിക്കില്ല. കാരണം അവിടെ 80 വയസ്സായ അമ്മച്ചിയെ പീഡിപ്പിച്ച 18 വയസ്സുകാരനും 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച 80കാരനും വന്ന് തല കുഞ്ഞാണ് നിൽക്കുന്നത്. ആ ജഡ്ജിയുടെ മുമ്പിൽ തല നിവർന്ന് നിൽക്കുന്ന ആളാണ് ഞാൻ. കാരണം ജീവിതത്തിൽ നേരായ വഴിയല്ലാതെ ഒന്നും ചെയ്യില്ല. അപ്പം നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരും. ഇതുപോലുള്ള പരീക്ഷണങ്ങളിലൂടെ പോകേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ നിൽക്കാവും. ADGP സന്ധ്യ DGP ആയി മാറിയ ദിലീപിനെ പിടിച്ചകത്തിട്ട് സന്ധ്യ അടക്കമാണ് എൻ്റെ പേര് കേസ് കൊടുത്തേക്കുന്നത്. അങ്ങനെ അങ്കമാലി കോടതിയിൽ സന്ധ്യയുടെ കേസ്. ഇങ്ങനെ ഓരോ ശബ്ദം കൊടുക്കുന്ന ഒരു നടിയുണ്ടല്ലോ, അവരുടെ 2 കേസ്, പിന്നെ കമലിൻ്റെ 2 കേസ്, ഇങ്ങനെ ഒരുപാടുണ്ട് കേസ് പല കോടതികളിൽ. അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. സമയം പോവും, പൈസയും പോവും. നമ്മൾ നേരായ വഴിയിലല്ലാതെ ഒരുപാട് കാശുണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ഒരുപാട് സാമ്പത്തിക ക്രൈസിസ് ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ തോറ്റു കൊടുക്കില്ല, ഏത് അറ്റം വരെയും പോവും. ഈ തോറ്റു കൊടുക്കില്ല എന്ന് പറയുമ്പം എന്തിനു വേണ്ടിയാണ് ചേട്ടൻ പോരാടുന്നത് എന്നുള്ളത്? ന്യായത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി. ന്യായത്തിനും സത്യത്തിനും നിരക്കാത്ത ഒരു കാര്യവും ദിനേശ് ചെയ്യില്ല. ചെയ്യുന്നവനെ പച്ചയ്ക്ക് പറയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കമലിൻ്റെ പേരിൽ ഞാൻ പരസ്യമായി സംസാരിച്ചു. ഹരികുമാർ എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ സംസാരിച്ചു. പിണറായി എൻ്റെ വലിയ നേതാവല്ലേ,
എൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോയതിനെക്കുറിച്ച് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഭയങ്കര വിവാദം ഉണ്ടാക്കി. അത് ശരിയല്ലാത്ത ആര് ചെയ്താലും ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ അത് അംഗീകരിക്കും വേണം. ഇപ്പോൾ ഞാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. ആ സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗാന്ധി ഭവനിൽ, പത്തനാപുരം ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇയാൾക്ക് പേരത്തൈ കൊടുത്തു. രാഷ്ട്രീയ നേതാക്കളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോണ വഴിക്ക് റോഡിൽ എറിഞ്ഞിട്ട് പോകും. ഇയാൾ പറഞ്ഞു, മോളെ ഇത് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ഞാൻ കൊണ്ടുപോയി നടുന്നു. അയാൾ ഫ്ലൈറ്റ് കയറ്റി അവിടെ കൊണ്ടുപോയി നട്ടു. അതിനെക്കുറിച്ച് ഞാൻ നല്ലതാണ് എഴുതിയത്. പക്ഷേ അതുപോലെ തന്നെ അമ്മയുടെ പ്രായമുള്ളവർക്ക് കാല് നീട്ടി കൊടുത്തിട്ട് 1 രൂപ കൊടുത്ത് ദക്ഷിണ കൊടുത്ത് തന്നെ തെമ്മാടിത്തരമാണെന്ന് എഴുതിയത് ഞാൻ തന്നെ. അത് മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും ആരെക്കുറിച്ചായാലും ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാൽ തെറ്റ് തന്നെയാണ്. അങ്ങേറ്റം പോയാൽ എന്താ, മമ്മൂട്ടി ചിലപ്പോൾ മുഖത്ത് നോക്കില്ല എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ. എനിക്കതൊരു പ്രശ്നമില്ല. ഞാൻ മുഖത്ത് നോക്കാനായിട്ട് അങ്ങേരുള്ളിടത്ത് ചെല്ലില്ലല്ലോ. ഞാനൊരു ഡേറ്റ് ചോദിക്കാൻ ഇയാളുടെ പുറകെ നടക്കണമെങ്കിലേ ഞാൻ പേടിക്കണ്ടേ. ഇപ്പം മോഹൻലാലിൻ്റെ പുറകെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഷൈനികത്തിൻ്റെ പുറകെ നടക്കുമ്പോൾ നമ്മൾ ഷൈനികത്തിൻ്റെ ഇന്ന് ഒരു ഡേറ്റ് വാങ്ങാൻ അല്ലെങ്കിൽ അവൻ്റെ ഇന്ന് കുറേ കാശ് വാങ്ങാൻ നടക്കണമെങ്കിൽ അവനെ പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യമുള്ളൂ. അവൻ തെറ്റ് ചെയ്താൽ തെറ്റെന്നങ്ങ് പറയും. അവൻ ലഹരിയിലുള്ള ആളായിരുന്നു, ലഹരി കുഴപ്പക്കാരനാണെന്നുള്ളതാണ് ഈ അഴുക്കച്ചെറുക്കൻ എന്ന് പറഞ്ഞത്. അതേ അവൻ മര്യാദക്കാരനായി അമ്മയൊന്ന് സെറ്റി കൊണ്ടുവന്ന് ഇപ്പം വളരെ മര്യാദയ്ക്ക് ചെയ്യുമ്പോൾ അവനെക്കുറിച്ച് എൻ്റെ ഷൈനികം തങ്ക കമ്പിയായി എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. ഞാൻ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും അല്ല, ഇവരെല്ലാം വിമർശിച്ച് നടക്കുന്ന ഒരു ബോറനുമല്ല. എൻ്റെ ശരികൾ പറയുന്നു അത്ര തന്നെ. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറഞ്ഞു ഏത് കൊടി കെട്ടിയവനായാലും അത്രേ ഉള്ളൂ. ചേട്ടൻ പിന്നെ അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ കൊറോണ കാലത്ത് കണ്ണൂരിൽ KSFE-യുടെ മാനേജറായിരുന്ന ഒരു പാർട്ടി സഖാവ്, അയാൾക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ മാറ്റത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിരുന്ന കണ്ണൂരിൽ അതിന് നേരെ ഘടകവിരുദ്ധമായി ജീവിക്കുന്ന ഒരാളായിട്ട് ഉള്ളൊരു ക്യാരക്ടർ, അതൊരു കറുത്ത നായകനായിരിക്കണം. അപ്പോൾ ഞാൻ പാർത്ഥിപൻ, തമിഴിലെ പാർത്ഥിപൻ, മലയാളത്തിലെ ശ്രീനിവാസൻ, മലയാളത്തിലെ ലാൽ, എൻ്റെ പടത്തിലെ നായകനായിരുന്നു ലാൽ. ഇത്രയും 3 പേരിൽ ആരെങ്കിലും മതി. അങ്ങനെ ഞാൻ ഷീനിച്ചേട്ടനെ വിളിച്ചു, എനിക്കൊരു കഥ പറയാനുണ്ടെന്ന് ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കലൂർ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്ന് കഥ പറഞ്ഞു. അപ്പോൾ സിനിമയിൽ ഒരാളിനെ ഒഴിവാക്കണമെങ്കിൽ 2 കാര്യം പറയും. ഒന്ന്, എനിക്ക് 2050 വരെ ഡേറ്റ് ഇല്ലയെന്ന് പറയും. അത് കള്ളമാണ്. ഇല്ല എങ്കിൽ ഈ കഥ ഞാൻ മുമ്പൊരുക്കി ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ കഥ പറഞ്ഞ് കേട്ടിട്ടിരിക്കുകയാണ്, നമുക്ക് കഥയൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് പറയും. അപ്പോൾ ഈ മാറ്റിപ്പിടിക്കാന്ന് പറഞ്ഞാൽ അത് തീർന്നു എന്നാണ്. ഷീനിച്ചേട്ടൻ ഇതിൽ 2ാമത്തെ വഴി പിടിച്ചു. മണി ബാഗ് പോളിസി എന്ന് പറഞ്ഞ് എൻ്റെ ഒരു പടം വരുന്നുണ്ട്. ആ പടത്തിൽ ഈ ക്യാരക്ടറുമായിട്ടൊരു വിദൂര സാമ്യമുണ്ട്, നമുക്ക് കഥയൊന്ന് മാറ്റിപ്പിടിച്ചാലോ. ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ തന്നെ എനിക്കറിയാമല്ലോ കഥ മാറ്റിപ്പിടിക്കാൻ പറഞ്ഞാൽ എന്താണെന്ന്. നല്ല ബന്ധമാണ് ഞങ്ങളെ പറ്റി, നല്ല ബന്ധമാണ്. തലേണ മന്ത്രം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സെറ്റിൽ കേരളമോദിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാൻ പോയ കാലം മുതൽ എന്താ പറയുക, സ്വയംവര പന്തലടക്കമുള്ള ആചാര്യനടക്കമുള്ള ഞങ്ങൾ കുറേ സിനിമകളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ നല്ല ബന്ധം. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയങ്ങൾ സംസാരിക്കും, കൃഷിയെക്കുറിച്ച് സംസാരിക്കും. എനിക്കും അല്പം കൃഷിയുള്ളതുകൊണ്ട് അതൊക്കെ സംസാരിക്കും. പക്ഷേ മണി ബാഗ് പോളിസിയായിട്ട് സാമ്യമുള്ളതുകൊണ്ട് നമുക്ക് കഥ മാറ്റിപ്പിടിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ പയ്യൻ്റെയാണ് തിരക്കഥ. ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ തിരക്കഥ എഴുതാൻ കൊണ്ടുവന്നൊരു പുതിയ ആളിൻ്റെയാണ്. അപ്പോൾ അയാളുടെ പറഞ്ഞു, ആദ്യമായിട്ടൊരു സിനിമ കഥ പറയാൻ വന്നിട്ട് നടന്നില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട, നമ്മൾ ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും കൈ കൊടുത്തു. ഞാൻ ഫ്ലാറ്റിൽ നിന്ന് ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയിട്ട് ഞാൻ അവനോട് പറഞ്ഞിടയിൽ കഥയൊന്നും മാറ്റിപ്പിടിക്കില്ല, നമുക്ക് ദിനേശിന് ഡേറ്റ് തരില്ല പുള്ളി, അതിന് പറയുന്ന വാക്കാണിത്. ഞാൻ കളഞ്ഞു. ആ സിനിമയോടുകൂടി അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 2-3 വഴികൾ കാണാം. ഒന്ന്, ഈ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് കൊടുക്കണ്ടെന്ന് പറയില്ലേ, അതുപോലെ ഈ ദിനേശുമായിട്ട് നല്ല ബന്ധമാണ്. എന്തിനാ സെറ്റിൽ ചെന്നിരുന്ന വഴക്കുണ്ടെങ്കിൽ അദ്ദേഹം ഇതിലെ സ്ക്രിപ്റ്റിൽ ഏതെങ്കിലും 2 സീൻ തിരുത്തണമെന്ന് ഞാൻ സമ്മതിക്കില്ല. അപ്പം നല്ല ബന്ധത്തിനെ നശിപ്പിക്കേണ്ട തിരുത്താറുണ്ട്. അത് വെറും ഓവർ സിനിമ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് ചവറുകളിൽ എഴുതി കൊണ്ട് വെച്ച് കൊടുത്താൽ സ്ക്രിപ്റ്റ് എന്തെന്ന് അറിയാവുന്ന മനുഷ്യൻ തിരുത്താതിരിക്കും. പക്ഷേ അതിൻ്റെ ടോട്ടാലിറ്റി നഷ്ടപ്പെടും. ഈ തിരക്കഥാകൃത്ത് എന്താണ് മനസ്സിൽ കണ്ടത് അത് മാറിപ്പോവും വേറൊരാൾ തിരുത്തുമ്പോഴേ. അപ്പോൾ അതെന്നോട് പറയാൻ പറ്റില്ല. അതിനപ്പുറം വേറൊന്നും ഷീനിച്ചേട്ടൻ എന്നെ കുറച്ച് മൈനസ് പറയാൻ വഴിയില്ല. പക്ഷേ എനിക്ക് സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് മണി ബാഗ് പോളിസി വന്നപ്പോൾ വിദൂര സാമ്യം എന്നാണ് പുള്ളി പറഞ്ഞത്. 50 കിലോമീറ്റർ സാമ്യം പോലും ഇല്ല. അപ്പോൾ ഒഴിവാക്കിയതാണ്. ഞാനത് ഒരു എപ്പിസോഡിൽ, എൻ്റെ എപ്പിസോഡിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷീനിച്ചേട്ടൻ എനിക്കിട്ട് പണിഞ്ഞത് ഇങ്ങനെയാണെന്ന്. പക്ഷേ രോഗാവസ്ഥയിൽ അദ്ദേഹം വളരെ സീരിയസ് ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് കൃഷ്ണകുമാറിനോട് പറഞ്ഞു, ഞാൻ ആ ദിനേശിൻ്റെ സിനിമ ചെയ്യാത്തത് മോശമായിപ്പോയി. എൻ്റെ പൂർത്തിയാവാത്ത കുറേ സ്ക്രിപ്റ്റുകൾ ഇരിപ്പുണ്ട്, അത് ഏതെങ്കിലും കൃഷ്ണകുമാറെ ഒരെണ്ണം വായിച്ചിട്ട് നമുക്ക് ദിനേശിൻ്റെ ഒരു പടം ചെയ്യണം. അപ്പോൾ എന്നോട് കൃഷ്ണകുമാർ പറഞ്ഞു, ചേട്ടാ നമുക്ക് ചേട്ടനൊരു സ്ക്രിപ്റ്റ് തരും കേട്ടോ, ഭയങ്കര പ്രയാസം ചേട്ടന് സ്ക്രിപ്റ്റ് തരാത്തതിൽ. എനിക്ക് അത്രയും മതി തന്നെ, നടക്കണമെന്നില്ല. ഷീനിച്ചേട്ടൻ റിയലൈസ് ചെയ്തല്ലോ
ദിനേശ് സമയത്ത് ചേട്ടനെ പറ്റി ആലോചിക്കാനുള്ള കാരണം എന്താ? എനിക്കറിയില്ല. അവരുടെ വർത്തമാനത്തിനിടയിൽ എപ്പോഴെങ്കിലും ഞാൻ കടന്നു വന്നിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ എപ്പിസോഡ് കടന്നു വന്നിരിക്കാം, അപ്പോൾ കൃഷ്ണകുമാർ കാണിച്ചു കൊടുത്തിരിക്കുക, അതാ കണ്ടാ പറയണേന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ സിനിമ പോയി. മാലിയിലുള്ള ഒരാളായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു. ശ്രീനിവാസനെ പോലെ ഒരാൾ പോലും, എന്നെ നന്നായിട്ട് അറിയാവുന്ന ശ്രീനിവാസനെ പോലെ ഒരാൾ പോലും, എനിക്ക് ഈ അതിവിനയം കാണിക്കുന്നവരെ വിശ്വസിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ചത് ഷീനിച്ചേട്ടനാണ്. അതിവിനയം കാണിക്കുന്നവൻ കള്ളനായിരിക്കും, അവനെ വിശ്വസിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ചത് ഷീനിച്ച. അത്രയും ബന്ധമുണ്ട്. അപ്പം ഞാനൊരു തീരുമാനം എടുത്തു. ഈ കൊറോണ കാലമല്ലേ, സിനിമകൾക്ക് വേണ്ടി ഇനി ഒരാളിനെയും പോയി കാണരുത്. ഞാൻ 2 സിനിമയുടെ സെറ്റിൽ മമ്മൂട്ടിയുടെ ക്യാരവാനിനടുത്ത് നിൽക്കുമെങ്കിൽ എന്തോ ഇവിടെ ഇങ്ങനെ കയറോ എന്ന് പറഞ്ഞ് വിളിക്കുമെന്നും, എനിക്കിങ്ങനെ വല്ലാത്ത അവസ്ഥയാണ്, ജീവിക്കാൻ നിർത്തിയില്ല, ഒരു ഡേറ്റ് ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ 2-3 സെറ്റ് ചെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം എനിക്കൊരു ഡേറ്റ് തരുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ ഒരു പേനയുടെ ഒരു എല്ല് കൂടുതലുണ്ടെന്നാണ് എന്നെ പറ്റി പറയുന്നത്. ഞാൻ തിരിച്ചു പറയുന്നത് അതല്ല, ഞാൻ പറയുന്നത് എൻ്റെ നാളിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞത്. ഈ വിശാഖകാരന് ഒരു എല്ല് കൂടുതലല്ല എന്നാണ് ഞാൻ പുള്ളിയുടെ സുഹൃത്തിൻ്റെ സെറ്റ് വെച്ച് പറഞ്ഞത്. ഞാൻ അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നല്ലോ. അപ്പോൾ ഞാൻ പോയപ്പോൾ അതിൻ്റെ മേക്കപ്പ് മാനോട് പുള്ളി പറഞ്ഞു അവൻ എന്നെ ഊതിയതാണെന്ന്, കാരണം പുള്ളിയും വിശാഖ. ഞാൻ പറഞ്ഞു പേനയൊന്നുമല്ല, ഒരു എല്ല് കൂടുതലുണ്ട് എനിക്ക്, അത് നാളിൻ്റെയാണ്. താൻ എന്തോടെ നാൾ? ഞാൻ വിശാഖം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ നാളെ എനിക്ക് അറിഞ്ഞേ കൂടാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പോയി. അപ്പോഴാണ് മേക്കപ്പ് മാനോട് പറഞ്ഞത് അവൻ നന്നായിട്ട് എനിക്ക് ഊതിയതാണ്. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു, ഒരു നടൻ്റെയും ഡേറ്റിന് വേണ്ടി പോകാതിരിക്കുക. അപ്പോൾ സിനിമ ചെയ്യണ്ടല്ലോ. ക്ഷീണൻ നായർ നല്ല ബന്ധമാണ് അതിനോട്ട്. ക്ഷീണൻ ചേട്ടാന്നാണ് ഞാൻ വിളിക്കുന്നത്. ക്ഷീണൻ ചേട്ടൻ മനോരമ വിട്ട് പുതിയൊരു ചാനൽ ഫ്ലവേഴ്സ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ സൂര്യ TV കിട്ടുന്ന നിഴൽ കണ്ണാടി എന്നുള്ള സീരിയൽ അതിനകത്തുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട് നിർത്തി. അപ്പോൾ സീരിയലിൻ്റെ നിയമം അനുസരിച്ച് നമുക്കൊരു എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞേ നിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് കത്ത് തരണം, അടുത്ത 30 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ സീരിയൽ നിർത്തണം, അതിനിടയിൽ കഥ വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ എൻ്റെ നിഴൽ കണ്ണാടി എന്ന് പറഞ്ഞ സീരിയൽ ഒരു വെള്ളിയാഴ്ച 50 എപ്പിസോഡായതിൻ്റെ അന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ നിർത്തുന്നു എന്ന് എഴുതി കാണിച്ച്. അതിലാണ് എൻ്റെ കിടപ്പാടം, എൻ്റെ വീട് പോയത്. കാരണം 58 ലക്ഷം രൂപ നഷ്ടം വന്നു ആ സീരിയലിൽ. അത് 3 വർഷം കൊണ്ട് 1,18 ലക്ഷം രൂപയായിട്ട് വളർന്നു. അങ്ങനെ എൻ്റെ മകനൊരു 50 വർഷക്കാലം നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ചുടുകട്ടയും മണലൊക്കെ ഉപയോഗിച്ച് സിനിമയിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കടം വാങ്ങിയ പൈസയും എല്ലാം കൂടെ കൊണ്ടുണ്ടാക്കിയ വീട് 2.5 കോടി രൂപ കൊടുക്കാനായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു. 2 കോടി കിട്ടിയാൽ കൊടുക്കാം എന്ന് വിചാരിച്ചു. ഒരാൾ വീട് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു വീട് പാപ്പനം കൂടെ ആയിരുന്നെങ്കിൽ ആ പൈസ നിങ്ങൾ ചോദിക്കാൻ തരാമായിരുന്നു. അവന് ഒരു കാര്യം ചെയ്യാം, 4 വീല് വെച്ച് ഈ വീടിനെ ഉരുട്ടി ഞാൻ പാപ്പനം കൂട്ട് കൊണ്ടുവച്ച് തരാമെന്ന് പറഞ്ഞു. മേലെ ഇവിടെ വരരുത് എന്ന് ഇറക്കി വിട്ടു. ഒരാളൊന്ന് 1,65 ലക്ഷം രൂപ പറഞ്ഞു. അയാളുടെ പറഞ്ഞു ഈ വീട് വാങ്ങാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല, വിട്ടോ എന്ന് പറഞ്ഞാൽ അയാളും പറഞ്ഞു വിട്ടു. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ദിനേശ് ചേട്ടാ, ദിനേശ് സാർ എന്നൊക്കെ വിളിക്കുന്നവരുടെ ടോൺ മാറുന്നു. ഈ കടം തന്നവരുടെ 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ വെച്ച് 1,65,000 രൂപ പലിശ വാങ്ങിയ ആൾ അടുത്ത മാസം പലിശ വാങ്ങിക്കാൻ വരുമ്പോഴും എൻ്റെ പറഞ്ഞ എന്തിനാണെന്നറിയോ, 3 മാസത്തിനകം തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. അപ്പോൾ 30 മാസമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കും. അങ്ങനെ വീട്ടിൽ ഭാര്യയും മോനും ഒരേ നിർബന്ധമായി നമുക്ക് ഈ വീട് വിൽക്കാം, പുതിയ വീടല്ലേ. ഞങ്ങൾ ആസ്വദിച്ച് ഒരു 6 മാസം പോലും ജീവിച്ചില്ല. അങ്ങനെ 1,65 ലക്ഷം പറഞ്ഞിട്ട് കൊടുക്കാത്ത വീടിനെ ഞാൻ 1,30 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ഈ 1,18 ലക്ഷം രൂപയുടെ കടം തീർത്ത് മകനെ MBA കാരനുമാക്കി. ഇപ്പോൾ നന്നായിട്ട് 18,000 രൂപ വാടക കൊടുത്ത് വാടക വീട്ടിൽ താമസിക്കുന്നു അന്തസ്സായിട്ട്. പക്ഷേ ദിനേശ് ഒരാളിന് പൈസ കൊടുക്കാണെന്ന് ഒരാളും പറയില്ല. അതാണ് ദിനേശിൻ്റെ ഒരു ജീവിത ശൈലി. സ്വന്തം വീട്ടിലെന്നല്ലേ ഉള്ളൂ, അതേപോലത്തെ ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത് 18,000 രൂപയ്ക്ക്. അത് മതി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സിനിമയും പോയി. ഈ ക്ഷീണൻ നായരെ പോലുള്ളവരെ പോയി കാലെ പിടിച്ച് ഒരു സീരിയൽ എനിക്ക് തരണേ, ജീവിക്കാൻ നിർത്തിയില്ല എന്ന് പറയാൻ എന്നെ ജന്മകാലം കിട്ടില്ല. അപ്പോഴാണ് എൻ്റെ ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞ ചാനൽ ഭയങ്കര സക്സസ് ആയത്. ഞാനൊരു പയ്യന് നിരന്തരമായി ഇൻ്റർവ്യൂ കൊടുക്കുകയും ആ ചാനൽ വലിയ ഗ്രോത്ത് ആയപ്പോൾ, ഇപ്പോൾ ഞാൻ നാദിർഷയുടെ പടത്തിൻ്റെ ലോഞ്ചിങ്ങിന് ചെന്നപ്പോഴേ ഒരു താടി വളർത്തിയ ഒരു തടിയൻ പയ്യൻ വന്ന് എൻ്റെ അടുത്ത് നിന്ന് ചേട്ടാ എന്നെ മറന്നോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പിടി കിട്ടുന്നില്ല പയ്യനെ. ഒരു സുമുഖനായ പയ്യനായിരുന്നു എൻ്റെ അവിടെ വന്ന് എന്നെ സ്ഥിരമായി ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നത്. അവൻ താടിയൊക്കെ വളർത്തി ഇപ്പം മാസം 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ വരുമാനം കിട്ടുന്ന യൂട്യൂബറായി മാറി. അപ്പോൾ അവൻ അവിടെ വെച്ച് ആ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറയുന്നു, എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തന്ന ചേട്ടനാണെന്നൊക്കെ. ഞാൻ അതൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ വിട്ടു. ഞാനൊരു നിമിത്തമായി എന്ന് വിചാരിച്ചാൽ മതി. അവനാണ് എന്നോട് പറയുന്നത്, സ്ഥിരമായി ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അവനൊരു കുറ്റബോധം. അവൻ എൻ്റെ പറഞ്ഞു ചേട്ടാ നിങ്ങളെ ഞാൻ നന്നായിട്ട് വിറ്റെടുക്കുന്നു, നിങ്ങളെന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങുന്നില്ല എന്നിട്ട് ചോദിച്ചു. അവൻ എനിക്കിതിൻ്റെ ഒന്നും അറിഞ്ഞൂടാ, ഞാൻ ശരിയാക്കി തരാം എന്നാണ്. അവനാണ് ശരിയാക്കി തന്നത്. സുരേഷ് എന്ന് പറയും, ലെറ്റ് മീ ടാക്ക് എന്ന് പറഞ്ഞൊരു ചാനലാണ്. അവനാണ് എനിക്ക് എൻ്റെ ചാനൽ റെഡിയാക്കി തന്നത്. ആ ചാനൽ പെട്ടെന്ന് 2,20,000 സബ്സ്ക്രൈബേഴ്സും എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിനേക്കാളും അപ്പുറം പൈസയും വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ,
ഈ സിനിമയും സീരിയലും എന്നുള്ളതങ്ങ് മറന്നു. ഇപ്പോൾ സദാസമയവും ബുധനാഴ്ച ചെയ്ത കഥയുമായിട്ട് സാമ്യമില്ലാത്തത് വെള്ളിയാഴ്ച എന്ത് ചെയ്യാം, ഞായറാഴ്ച സിനിമ വാരാഫലം പറയുമ്പോൾ കേരളത്തിൽ സിനിമാ രംഗത്ത് എന്തൊക്കെ നടന്നു, ഇത് തന്നെയാണ് എൻ്റെ തലയിൽ 24 മണിക്കൂർ. ഷൂട്ടിങ്ങിന് വന്നപ്പോൾ പോലും ഞാൻ ഒരു കെട്ട് പേപ്പറും ഒരു കെട്ട് പുസ്തകമായിട്ടാണ് വന്നേക്കണേ. റൂമിൽ ഇരുന്ന് രാത്രി 1 മണി 2 മണി വരെ ഇരുന്ന് എഴുതും. അപ്പോൾ ഇതിനിടയിൽ ഈ അഭിനയത്തിലേക്ക് വരാനുണ്ടായത് അത് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല. ഇപ്പം ഏതൊരു ചാനലിൽ ബൈജു കൊട്ടാരക്കര പറഞ്ഞിരിക്കുന്നു, ദിലീപിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഓരോരുത്തരുടെയും തനിനിറം പുറത്തു വരുന്നു. ദിലീപിന് വേണ്ടി 118 മണിക്കൂറോളം ഞാൻ സംസാരിച്ചു. ലോക റെക്കോർഡ് ഇടേണ്ടതാണ് ഒരു വിഷയത്തെക്കുറിച്ച് 118 മണിക്കൂർ. വേറെ ഒരു എതിർത്തവർ പോലും ഇല്ലായിരുന്നു. കാരണം ദിവസം 3-4 ചാനലിൽ വാർത്തയില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതിൻ്റെ പേരിൽ നാദിർഷയുടെ പടത്തിൽ ദിലീപ് പറഞ്ഞിട്ടാണെന്ന് എനിക്ക് വേഷം തന്നത്. ദിലീപ് എന്നെ വിളിച്ചിട്ട്, അല്ല നാദിർഷ എന്നെ വിളിച്ചിട്ട്, ചേട്ടാ എൻ്റെ മാജിക് മഷ്റൂം എന്ന് പറഞ്ഞൊരു പടം നടക്കുകയാണ്. ഞാൻ അവനെ അറിഞ്ഞു. അതിലൊരു സീനുണ്ട് ചേട്ടാ, ഒരു ഗസ്റ്റ് വേഷം, ചേട്ടൻ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ നാദിർഷ എനിക്കത് പറ്റും. അല്ല ചേട്ടാ, ചേട്ടൻ സ്വയംവര പന്തലടക്കം ചേട്ടൻ അസിസ്റ്റൻ്റായിരുന്ന പടങ്ങളിലൊക്കെ ചൊച്ചു അത് ഫില്ല് ചെയ്യുന്നതാണ് ചെറിയ ചെറിയ വേഷങ്ങളെ. ഇപ്പോൾ ഇന്നസെൻ്റ് സ്വയംവര പന്തലിൽ ലൊക്കേഷൻ നോക്കാൻ പോയി അഷ്ടമുടി കായലിൽ ചാടും. അപ്പോൾ ആ ചാടുന്ന അഷ്ടമുടി കായലിൽ ഒരാൾ പൊക്കം ചെളിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും പേടി, ഈ അഭിനയിക്കാൻ വന്നവർക്ക് ചാടാൻ പേടി, ചെളി പൊതിഞ്ഞു പോകുമെന്ന്. അപ്പോൾ ഞാൻ തന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ലുങ്കി ഒരു ഉടുപ്പ് കൊടുത്തിട്ട് ഞാൻ ചാടി കാണിച്ചു കൊടുത്തു. അപ്പോൾ കൂടെ ഉള്ളവരെല്ലാം ചാടി. അപ്പോൾ അതിൽ എൻ്റെ ക്ലോസൊക്കെ ഉണ്ട്. ഈ ഇന്നസെൻ്റ് പൊങ്ങി വരുമ്പോൾ ദാ അവിടെ പൊങ്ങി എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ജീവിതം ഒരു രാഗം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് 10-30 വർഷം മുമ്പ് ദേവന് വഴിതെറ്റിക്കുന്നൊരു വേഷമുണ്ട്. ഞാൻ മെലിഞ്ഞ് ഇത്രയുള്ള ഒരാൾ. അത് ഒരാൾ അഭിനയിക്കാൻ വന്ന് 8 ടേക്ക് എടുത്തിട്ട് ശരിയാവുന്നില്ല. മഞ്ഞാണ് ഭയങ്കര. വയനാട്ടിലെ ഈസ്റ്റ്മാൻ ഫിലിമാണ്. അപ്പോൾ ഫിലിമിന് ഭയങ്കര വിലയാണ്. അപ്പോൾ 8 ടേക്ക് എടുത്തിട്ട് ശരിയാവാതെ പോയപ്പോൾ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാസൻ എന്ന് പറഞ്ഞു, വാസൻ ചേട്ടൻ എൻ്റെ പറഞ്ഞു, ദിനേശേ പോയി ഡ്രസ്സ് ഊരിയിട്ടിട്ട് ദിനേശ് വന്നാൽ അത് ചെയ്യും. അപ്പോൾ പുള്ളിക്കറിയാം നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും പുരോഗമന സാഹിത്യ സംഘത്തിൻ്റെയൊക്കെ തെരുവ് നാടകങ്ങളിൽ വിവരമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ റോൾ സ്ഥിരം ചെയ്തിരുന്നത് ഞാനായിരുന്നു. തെരുവ് നാടകത്തിൽ കടലിൽ മരമില്ലാതെ മഴ പെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ന്യായീകരിക്കുന്ന. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് പുള്ളി ദിനേശ് അത് ചെയ്യുന്നു. അങ്ങനെ പുറകു വീട്ടൊക്കെ തലയിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കൊച്ചു വേഷം. പക്ഷേ നാദിർഷ പറഞ്ഞപ്പോൾ ഞാൻ എന്നെ ഒഴിവാക്കുന്നു. നാദിർഷ ഇല്ല കേട്ടോ, ചേട്ടൻ ചെയ്യണം. ചേട്ടാ അത് എന്നിട്ട് അല്ല, ചേട്ടൻ്റെ ഒരു ഹൈലൈറ്റ് ഇല്ലേ, ഒരു വാചകം. ഞാൻ പറഞ്ഞാൽ അത് ആഷിക്കപ്പൂടക്കല്ല, ആഷിക്കപ്പൂവാണ് റീമയുടെ ഭർത്താവിൻ്റെ ആഷിക്കപ്പൂല്ലേ, അയാളടക്കം പോസ്റ്ററിലൊക്കെ ഹെഡിങ്ങൊക്കെ വെച്ച് വിട്ടതാണ്. പിന്നെ ഏതൊക്കെയോ ക്യാരക്ടറുകൾ അത് പറഞ്ഞു. എൻ്റെ വൈന്ന് അറിയാതെ വന്നതാണ്. ഈ ഇൻ്റർവ്യൂവിനിടയിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് പറഞ്ഞതൊന്നുമല്ല. അതിനി ചെയ്യുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇല്ലാട്ടെ, ചേട്ടൻ്റെ വാഗുകൊണ്ട് കേൾക്കാൻ ആൾക്ക് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എനിക്കത് ശരിയെന്ന് തോന്നുന്നു. കാരണം അതിപ്പോൾ ലോഞ്ച് ചെയ്തതിന് ശേഷമേ, ആ ട്രെയിലർ ലോഞ്ച് ചെയ്ത ശേഷം അതിൽ ഭയങ്കര ഹൈപ്പുണ്ട്. അങ്ങനെയാണ് അതിൽ അഭിനയിച്ചത്. പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് പറഞ്ഞു പോയത് തെറ്റായി പോയി? 100% ശരിയാ പറഞ്ഞേ. 101% ഞാൻ അന്ന് ആ പയ്യൻ സെറ്റിൽ കുഴപ്പക്കാരനായിരുന്ന കാലത്ത് പറഞ്ഞ 101% ഞാൻ തെറ്റ് പറയില്ല. പറഞ്ഞ ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ മാപ്പ് പറയും, എനിക്കിങ്ങനെ തെറ്റ് പറ്റി. ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു തെറ്റും മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ തെറ്റ് പറയില്ല, ഒരിക്കലും പറയില്ല. ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിരുന്നു ഒരു ദിവസം. വിളിച്ചിട്ട് ഇതുപോലെ തന്നെ എൻ്റെ സംസാരിച്ചു. ഞാൻ തിരുവനന്തപുരത്തുണ്ട്, എനിക്കൊന്ന് കാണാൻ പോകുന്നു കിട്ടി. നമ്മൾ പിന്നെ മോനെ നീ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി, ഏത് ഹോട്ടലിൽ അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിൽ പറഞ്ഞാൽ ഞാൻ അവിടെ വരാം. അവൻ വിചാരിച്ചു ഷൈൻ നിഗം എന്ന് കേൾക്കുമ്പോൾ ഞാൻ പേടിക്കുന്നു. ഞാൻ പറഞ്ഞു നീ പറഞ്ഞാൽ മതി, എവിടെയാണെങ്കിലും വരാമെന്ന്. വന്നില്ല, വിളിച്ചില്ല. ഇപ്പോൾ പയ്യൻ നല്ല പയ്യനല്ലേ, പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ തലവേദനയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നാദിർഷയുടെ പടത്തിൽ പോയി അഭിനയിച്ചത്. ഇപ്പോൾ ഈ പടത്തിന് വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതേ, ആ ഡയലോഗ് ഉണ്ടെങ്കിൽ വിളിക്കരുത്, അതിനി പറയില്ല, അതൊരു പടത്തിൽ അവിടെ തീർന്നു. ഇല്ല അതൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ വന്നത്. പക്ഷേ ബൈജു കൊട്ടാരക്കരമാർ പറയുന്നത് ദിലീപ് വിളിച്ച് അവൻ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടു പോകണം കേട്ടോ, ഇത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. അവൻ പറയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ദിലീപ് ഒരു മീറ്റിംഗ് വിളിച്ചു, ശ്രീജിത്ത് വാര്യർ, ഞാൻ അങ്ങനെ കുറേ പേരെ വിളിച്ച് വീട്ടിൽ കൂട്ടി. എന്നിട്ട് എല്ലാവർക്കും ഓരോ കെട്ട് നോട്ട് കൊടുത്തു. ദാ ഞാൻ ഈ ശ്രീജിത്ത് വാര്യർ എന്ന ആളിനെ കണ്ടിട്ടില്ല ഇതുവരെ, പരിചയപ്പെട്ടിട്ടില്ല, ഫോൺ ചെയ്തിട്ടില്ല. ദിലീപ് ഈ കേസിൽ നിന്ന് ജയിച്ചതിന് ശേഷം എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാൻ അഹങ്കരിച്ച് പറയല്ല, ഇന്ന് വരെ ഞാൻ ദിലീപിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, എന്നെ ഇങ്ങോട്ടാണ് വിളിക്കാറ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബൈ ഇങ്ങനൊരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അത് എന്നെ കൂടി ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്ത് കൊടുക്കും. ഈ കേസിൽ ജയിച്ച ശേഷം അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് അന്നേ അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് നീ ജയിലിൽ കിടക്കുമ്പോഴേ എനിക്കറിയാമല്ലോ നീ രക്ഷപ്പെടും, അത്രയേ ഉള്ളൂ. പക്ഷേ ബൈജു കൊട്ടാരക്കര പറയുന്നത് നമ്മൾ മീറ്റിംഗ് കൂടിയെന്നാണ്. അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ടാണ് ദിനേശ് ആ നോട്ട് മാത്രമല്ല നാദിർഷയുടെ പടത്തിൽ പോയി അഭിനയിക്കും.
അപ്പോൾ ഈ പറയുന്ന അരുൺ എങ്ങനെയാണ് ഈ പടത്തിൽ വിളിച്ചതെന്ന് ഇനി ബൈജു കൊട്ടാരക്കർ പറയുമായിരിക്കും. അത് അരുണോട് ദിലീപ് വിളിച്ച് ഭീഷണിപ്പെടുത്തി, ദിനേശിന് വേഷം കൊടുത്തില്ലെങ്കിൽ നിന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കില്ല, നിൻ്റെ അതിരടി ഒരു തിയേറ്റർ കളിക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞു വരട്ടി എന്ന് പറയുമായിരിക്കും. അതൊന്നും ഞാൻ വിലക്കെടുക്കാറില്ല. കാരണം ജീവിതം ഒരു തുറന്ന പുസ്തകമാണെങ്കിൽ നേരെ വാ നേരെ പോന്നേ ജീവിക്കുന്ന അനാവശ്യമായി വാശി പിടിച്ചാൽ ഇതുപോലുള്ള ബോറന്മാർ പറയുന്ന ഒന്നും മറുപടി പറയാതിരുന്നാൽ മതി. ഇപ്പൊ ഈ കുറെ വർഷങ്ങളായിട്ട് സിനിമ ഇൻഡസ്ട്രീനെ ഇത്ര അടുത്തുനിന്ന് നോക്കി കാണുന്ന സമയത്ത് 39 വർഷം. അതെ, ഈ സിനിമയിൽ ഇപ്പോഴത്തെ ഒരു മാറ്റം, അതായത് ഈ പുതിയ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നടന്മാരും നടിമാരും അതുപോലെ തന്നെ മുൻപത്തെ നടന്മാരും അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടൻ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് തോന്നിയിട്ടുള്ളത്? ഞാനിപ്പോൾ നാദിർഷായുടെ പടത്തിലും ഈ പടത്തിലും അഭിനയിച്ചു. ഈ സമീർ താഹിർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധൂമകേതു എന്ന് പറഞ്ഞ പടം തൃപ്പൂണിത്തുറയിൽ നടപ്പുണ്ട്. അതിലൊരു ഗസ്റ്റ് വേഷം ചെയ്യാമോ എന്ന് എന്നെ വിളിച്ച് സമീർ താഹിർ ചോദിച്ചു. ഞാൻ വരാമെന്നു. അപ്പോൾ സമീർ താഹിറൊക്കെ ആകുമ്പം ഈ ബൈജു കൊട്ടാരക്കർക്ക് പറയാൻ ഒക്കില്ല, ദിലീപിൻ്റെ ആളാണെന്ന്, അയാളുടെ എതിർ ടീമിലുള്ളവരല്ലേ. അപ്പം ഞാൻ ഈ 2 സെറ്റിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ജനറേഷൻ അല്ലെങ്കിൽ എൻ്റെ പിന്നിലുള്ള ഈ കുറേ സംവിധായകരില്ലേ സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കമൽ, സിബി മലയിൽ, അവരെ പോലുള്ളവർക്ക് ഇനി സിനിമ ചെയ്യാൻ പറ്റില്ല. അവരുടെ സിനിമയൊക്കെ പോയി. ഇതൊരു പുതിയ ജനറേഷൻ്റെ സിനിമയാണ്. ഈ ലൊക്കേഷൻ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ ഇത്തിരി പ്രായത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇവരെ അടിച്ച് പൊളിച്ചാണ് പുതിയ ജനറേഷൻ സിനിമ എടുക്കുന്നത്. നമ്മളങ്ങനെയല്ല, രാവിലെ കളയ്ക്കാൻ പോകുമ്പോൾ ഒരു 6 സീനും കൊണ്ട് കിട്ടും. ഈ 6 സീൻ എങ്ങനെ കളയ്ക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഇവരങ്ങനെയല്ല, ഭംഗിയായിട്ട് ഒരു ഫ്രെയിം എങ്ങനെ, ഒരു ഷോട്ടിൻ്റെ ഫ്രെയിം എങ്ങനെ ഭംഗിയാക്കാമെന്ന് അവർ കൂട്ടായി ഡിസ്കസ് ചെയ്ത്. ഒന്നാമത് എനിക്ക് ഈ ഹാഫ് ടൗസർ ഇട്ട് നടക്കുന്നവർ ഇഷ്ടമില്ലാത്തവരാണ്. കാരണം പ്രായത്തിൻ്റെ വളർച്ചയില്ലാത്തവരല്ല നിക്കറിട്ട് നടക്കുന്നതേ. പക്ഷെ അതൊക്കെ പോയി ഈ സെറ്റിലിപ്പോൾ അങ്ങനെയാണ്. അവരെല്ലാം കൂട്ടുകാരെ പോലെയാണ്. സംവിധായകന് ഭാരമില്ല, ക്യാമറമാന് ഭാരമില്ല, തിരക്കഥാകൃത്തിന് ഭാരമില്ല. അവരൊരു യൂണിറ്റി ആയിട്ട് നിന്ന് ഒന്നിച്ച് നിന്ന് സിനിമ ചെയ്യുന്നു. മറ്റേത് ദാമോദര മാഷ് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ പിന്നെ അവിടെ അദ്ദേഹത്തിന് റോളില്ല, പിന്നെ IVCC അത് കാണിക്കുന്നത് എന്ത് വേണമെന്ന്. ഇവിടെ അങ്ങനെ കഴിഞ്ഞ വർഷം നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റടിച്ച സിനിമയല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും. അല്ല, അത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ ഒരു CBM അല്ലെ, ഒരു സത്യനന്ദകാരനെ, ഒരു ജോഷി സാറിനെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, സത്യേട്ടൻ്റെ മകൻ്റെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ പടം സത്യേട്ടന് ചെയ്യാൻ പറ്റില്ല. അത് പുതിയ ജനറേഷനെ അത് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? സത്യേട്ടൻ്റെ മകൻ സത്യേട്ടൻ്റെ അസോസിയേറ്റ് ആയിട്ട് കൂടെ നടന്ന ആളാണെന്നുള്ള നിലയ്ക്ക് സത്യേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ഫ്ലേവർ വേണമെന്ന് അവന് വാശിയില്ല. ആ സിനിമ കാണുമ്പോൾ പറയാം അത് അച്ഛൻ്റെ ഫ്ലേവറേ അല്ല. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പുതിയ ജനറേഷൻ സിനിമ ഏറ്റെടുത്തോടുകൂടി വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ച് എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഈ ഒരു ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ തുറന്ന് പറയാം. ഇപ്പം ആ പടം സത്യേട്ടൻ്റെ മകനും പ്രൊഡ്യൂസറാണ്, അതിൽ പാർട്ണറാണ്. എന്നോട് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തന്നെ ഏറ്റവും കുറഞ്ഞ് 30 കോടി രൂപ കിട്ടും. സത്യേട്ടൻ ഇതുവരെ 30 കോടി ഉണ്ടാക്കിയെന്ന് സംശയമാണ്. അപ്പോൾ സത്യേട്ടൻ്റെയും സിനിമയ്ക്കുള്ള പഴയ ചാമിങ് അല്ലെങ്കിൽ പഴയ ഗ്രാമീണത, അതൊക്കെയാണല്ലോ പുള്ളിയുടെ വാട്ടർ മാർക്ക്. അതൊന്നുമില്ല. കാരണം സത്യേട്ടനെ സഹകരിപ്പിക്കാവുന്ന ഒരു ആർട്ടിസ്റ്റും ജീവിച്ചിരിപ്പില്ല, മോഹൻലാൽ ഒഴിച്ച്. ബാക്കി എല്ലാവരും മരിച്ചു പോയില്ലേ. ഇന്നസെൻ്റ് ഇല്ല, മാമുക്കോയില്ല, കൃഷ്ണൻകുട്ടി നായരില്ല, ഫിലോമിനയില്ല, മീനയില്ല എന്ന് പറഞ്ഞാൽ, സുകുമാരി ചേച്ചി ഇല്ല എന്ന് പറഞ്ഞാൽ, ഭരത് ഗോപിയില്ല, നെടുമുടി വേണുമില്ല. സത്യേട്ടന് പടം എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സത്യേട്ടൻ മാറിയ സത്യേട്ടൻ്റെ സിനിമ അല്ലാതായി. ഈ ഹൃദയപൂർവ്വമൊക്കെ സത്യേട്ടൻ ഒരിക്കലും ചെയ്യേണ്ട പടമല്ല, സത്യേട്ടൻ്റെ ഫ്ലേവറല്ല. കാരണം പട്ടാള ബാക്ക്ഗ്രൗണ്ടും ഹൈദരാബാദും ഒക്കെ ആയിട്ട് ചെയ്യുന്നതല്ലേ. എന്നാൽ സത്യേട്ടൻ്റെ കയ്യൊപ്പ് അതിലുണ്ട്. പക്ഷേ എന്താ പറയുക, സത്യേട്ടനെ പോലുള്ളവരൊക്കെ സിനിമ മാറ്റിപ്പിടിക്കണം. പക്ഷെ മാറ്റിപ്പിടിച്ചാൽ സത്യേട്ടല്ല അതാവും. സത്യേട്ടനൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും മനസ്സ് മുഴുവനെ. ഞാൻ പ്രകാശനോട് അത് തീർന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ശ്രീനിവാസില്ല, ലോകദാസില്ല, സത്യേട്ടൻ പിന്നെ എന്ത് ചെയ്യാൻ? മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അഖിൽ സത്യനും 2 സത്യന്മാരുണ്ടല്ലോ, അഖിൽ സത്യനും അനൂപ് സത്യനും, അവർക്ക് വിടുന്നതായിരിക്കും സത്യേട്ടൻ നല്ലത്. മക്കൾ ചെയ്ത് ഹിറ്റാക്കി കൊണ്ടുവരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ബാക്കി നടന്മാരുടെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്, അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരുപാട് എടുക്കവരില്ല. ഇവിടെ ഇപ്പോൾ 1500 കുട്ടികളാണ് ബാക്ക്ഗ്രൗണ്ടിൽ അഭിനയിക്കുന്നത് എപ്പോഴും കോളേജിലെ. ഈ 1500 പേരിൽ ഒരാളായിട്ടാണ് ബേസിൽ നിൽക്കുന്നത്. ബേസിൽ ഇവിടെ പഠിക്കാവുന്ന പ്രായം കഴിഞ്ഞു വരികയല്ലേ. പക്ഷേ അയാൾ മേക്ക് ഓവറല്ല, ഇവിടെ നിൽക്കുന്ന പിള്ളേരെക്കാളും ചുള്ളനായാൾ. പിന്നെ എനിക്ക് ബേസിലിനെ കുറിച്ച്, ഇതിൽ ടൊവിനുണ്ട്, വിനീത് ശ്രീനിവാസൻ, 2 പേരും ഞാനുമായിട്ട് കോമ്പിനേഷൻ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഇല്ല, കോളേജിലില്ല. വിനീതിനുണ്ട്, പക്ഷേ വിനീതിന് ഞാനുമായിട്ട് കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നിയതേ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒരാൾ ബേസിലാണ്, പക്ഷേ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള നടനുമാണ്. നല്ല സംവിധായകൻ. ഇപ്പോൾ പോകുന്നത് പാൻ ഇന്ത്യൻ സിനിമ ചെയ്യാനാണ് തെലുങ്കിൽ. വലിയ സിനിമ 3 വർഷത്തോളമെങ്കിലും മാറി നിൽക്കേണ്ടി വരും മലയാളത്തിൽ നിന്ന്. വലിയ നഷ്ടമാണ്. എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒന്നും ഒരു ഭാരമില്ലാത്ത ചെറുപ്പക്കാരനാണ് ബേസിൽ.
നമ്മുടെ പുതിയ ജനറേഷനെ പറ്റി പറയുന്നത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മമ്മൂക്ക അടക്കം, ഇപ്പം പുതിയ ജനറേഷൻ മാത്രമല്ല, മമ്മൂക്ക അടക്കം കട്ട് പറഞ്ഞാൽ അപ്പം കാരവാനിലേക്ക് പോകും. 2-3 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് അവരുടെ പ്രായം, 2 തണുത്ത എ സിയിലിരിക്കാം, ശല്യങ്ങൾ കാണണ്ട, അകത്തിരുന്ന് പുറത്ത് നിൽക്കുന്നവൻ കയറ്റിവിടില്ല. അല്ല ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ആയിക്കോട്ടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, മമ്മൂക്ക അറിഞ്ഞില്ല എന്ന് പറയാനല്ല, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാനല്ല. ബേസിലിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് താരത്തിൻ്റെ ഭാരമില്ല. ഒരു സാധാരണക്കാരനായി എനിക്ക് തോന്നുന്നു ബേസിൽ ഇവിടുന്ന് റോഡിൽ നടന്നു പോയി ആർക്കും മനസ്സിലാവില്ല ഇത് ബേസിലാണ്. ഈ പുതിയ മേക്കവറിൽ നടന്നു പോയല്ലേ, ആകെ ഒരു പ്രശ്നമുള്ള ആൾ ചിരിക്കരുത്. കാരണം ഇത്രയും സമ്പന്നമായ ചിരിയുള്ളൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടിട്ടേയില്ല. ഞാൻ പറഞ്ഞു ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടെൻഷനൊന്നുമില്ല എനിക്ക്. ചേട്ടാ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർത്താൽ എൻ്റെ അഭിനയം കുളമാവും, ഞാനതൊക്കെ സമീറിന് വിട്ടുകൊടുത്തിട്ട് ഞാൻ ഫ്രീ ആയിട്ട് നടക്കാൻ കേട്ടാന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളാണെങ്കിൽ ഒരു കുപ്പി വെള്ളം അവിടെ ഒരു അഡീഷണൽ കുപ്പി ഇരിക്കുന്ന ഇതെന്താ ചോറ് മിച്ചിരിക്കുന്നു, എൻ്റെ പൈസ ഇല്ല എന്നൊക്കെ തോന്നി. ഇയാൾ ഒന്നിലും ഇടപെടില്ല, അയാൾ ആഘോഷിച്ചാണ്. അത് അന്ന് മാത്രമല്ല, എനിക്ക് അയാളെ ഏറ്റവും മതിപ്പ് തോന്നിയത് എപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അഭിനയിക്കുന്നത് മോണിറ്ററിൽ നോക്കിക്കൊണ്ടിരിക്കും ഡയറക്ടറുടെ കൂടെ. ഞാനിങ്ങനെ വന്നുപെട്ടതാണല്ലോ, ഞാൻ ഈ അഭിനയിക്കുമ്പോൾ എൻ്റെ ടെൻഷൻ എനിക്കല്ലേ അറിയാവൂ. മുഖത്ത് ചിരിച്ചോണ്ടായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ദേഷ്യത്തോടെ ആയിരിക്കും പറയുന്നത്, പക്ഷേ എൻ്റെ ഉള്ളിൽ കത്തുന്ന കത്ത് എനിക്കല്ലേ അറിയാവൂ. ഈ ടേക്ക് ഓക്കെ ആയി എന്ന് അറിയുമ്പോൾ ഇയാൾ ആ മോണിറ്ററിന് മുന്നിൽ നിന്ന് ചാടി എണീറ്റ് കൈയടിക്കുന്നതൊന്നും കാണാൻ. അപ്പോൾ നമുക്ക് കൂടുതൽ നന്നാക്കാൻ തോന്നും. അംഗീകരിക്കുക എന്നുള്ളത് വലിയ മനസ്സുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അത് പറ്റില്ല. ഒരാൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്, എന്ത് കോപ്പ് എന്ന് വിചാരിക്കും. പക്ഷേ ഇയാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ മോണിറ്ററിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് നിന്നിട്ട് കൈയടിക്കുമ്പോൾ ഈ നിൽക്കുന്ന 1500 പിള്ളേരും കൈയടിക്കണമെന്നേ, അത് അയാൾ അടിക്കുന്ന കാണുമ്പോൾ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്. കാരണം നമ്മളെപ്പോലെ ഒരാൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു നോട്ടബിളായ ഒരു വേഷം ചെയ്യുമ്പോൾ ഒരു സംവിധായകനും നായകനായി ജനപ്രിയനായി നിൽക്കുന്ന ഒരു നടൻ കൈയടിക്കുക എന്നൊക്കെ പറഞ്ഞല്ലേ, എനിക്ക് കിട്ടിയൊരു അവാർഡ് പോലെയാണ്. സത്യത്തിൽ ഇപ്പോൾ സംവിധായകൻ കൈ തന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേ ചേട്ടൻ്റെ വിക്കറ്റ് വീണു എന്ന് പറഞ്ഞപ്പോഴേ, അവസാനത്തെ സീൻ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മനസ്സൊന്ന് വിഷമിച്ചു സത്യത്തിൽ, കഴിഞ്ഞോ എന്ന്. കാരണം ഇവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നടക്കുമ്പോൾ നമുക്കും ഒരു 10-15 വയസ്സ് കുറഞ്ഞതുപോലെ മനസ്സിലായില്ല. അത് നല്ല അന്തരീക്ഷത്തിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിലുമാരായിരിക്കാം ഇപ്പം പുതിയ തലമുറയിലുള്ള കൂടുതൽ പേരും ബേസിലുമാരായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ് മലയാള സിനിമയിൽ. ഇനി അങ്ങോട്ട് ഈ ഇൻഡസ്ട്രിയിൽ ഭരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും മുൻനിരയിൽ വരാൻ പോകുന്ന ഒരു 5 നടന്മാരുടെ പേര് നോക്കിയാൽ ചേട്ടൻ ആരെയൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക?